അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ബീജൻ്റെ അടുക്കാലത്ത് ബഹുമാനപ്പെട്ട സത്യൻ ഉസ്താദ് ഉസ്താദ്, അതേപോലെ തന്നെ പിന്നെ അഷ്റഫ് ഉസ്താദുണ്ട്, അതേപോലെ മദ്രസ ഇലക്ഷൻ 2026-27 സ്ഥാനാർത്ഥികൾ നമ്മൾ കൂടെയുണ്ട്. കൂടെയുള്ളത് പിന്നെ സ്ഥാനാർത്ഥി റംസാൻ ഷെയ്ൻ, അതേപോലെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഷഫ എന്നീ 2 വിദ്യാർത്ഥികളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാർ സംസാരിക്കും. പിന്നെ സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട സത്യൻ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. എന്ത് പറയുന്നു ഇലക്ഷനെ കുറിച്ച്? 2 ദിവസങ്ങൾക്കൊക്കെ നമ്മളെ ഇലക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആര് വിജയിക്കുമെന്നുള്ള ഒരു ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ബോൾ വിജയിക്കുമോ, അതായത് പെന്ന് വിജയിക്കുമോ എന്നുള്ള എല്ലാവരും ആകാംക്ഷയോടെ കാത്തും. പെണ്ണുങ്ങളെ വശം നോക്കുകയാണെങ്കിൽ ഏകദേശം വോട്ടുള്ളത് പെന്നിനാണ്. ആണുങ്ങളെ വശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഭൂരിപക്ഷം ഉള്ളത് ബോളിനാണ്. അപ്പോൾ ഏകദേശം നല്ലൊരു പോരാട്ടത്തിലാണ്, നല്ലൊരു ഇതിലാണ് നമ്മളെ ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു ചൂട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി നമ്മളെ ഉസ്താദ് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയുന്നത് വളരെ കരുത്ത പോളിംഗിലേക്കായിരിക്കും വിദ്യാർത്ഥികൾ ഇൻഷാ അല്ലാഹ് ഇലക്ഷൻ ബൂത്തിലേക്ക് കടക്കുന്നതായിരിക്കും. വളരെ ശക്തമായ പോരാട്ടമാണ് ആണുങ്ങളുടെ ഭാഗത്തും ഭാഗത്തു നിന്നുള്ള ഇൻഷാ അല്ലാഹ്. അതുമാത്രമല്ല എല്ലാവരും പറയുന്നത് ബോള് വിജയിക്കുമെന്നാണ്. എന്നാൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ ഒരു അട്ടിമറി തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സാധ്യതയുണ്ട്. അതെ, ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയുന്നത് വിജയം അട്ടിമറിയാനും സാധ്യത കൂടി ഉണ്ടെന്നാണ്. ഇൻഷാ അല്ലാഹ് അടുത്തതായി ഇൻഷാ അല്ലാഹ് അഷ്റഫ് ഉസ്താദ് ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും ഇൻഷാ അല്ലാഹ്.